ശ്രീ കെ എ നസീർ പങ്കുവച്ച ഫേസ്ബുക്കിലെ ഒരു പോസ്റ്റാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. വളരെയധികം രസകരമായ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു പോസ്റ്റാണ്. അടുത്തടുത്ത വർഷങ്ങളിലായി 9 മാസത്തെ ഇടവേളകളിൽ ഔദ്യോഗികമായി രൂപം കൊണ്ട രാജ്യങ്ങളാണ് ഇന്ത്യയും ഇസ്രയേലും. മതപരമായ മുറിവുകളുടെ നീറ്റിലും പുകച്ചിലും ഇന്നും അനുഭവിക്കുന്ന 2 രാജ്യങ്ങളാണ് ഇന്ത്യയും ഇസ്രയേലും. പിറന്നു വീണതിന്റെ പിറ്റേ ദിനം മുതൽ മതാത്മകമായ കൂട്ട ആക്രമണങ്ങളെ പ്രതിരോധിച്ചു മാത്രം ജീവൻ നിലനിർത്തുന്ന, ചാവാതിരിക്കാൻ മാത്രം യുദ്ധം ചെയ്യാൻ വിധിക്കപ്പെട്ട ഒരു രാജ്യമാണ് ഇസ്രയേൽ. പിറന്നു കഴിഞ്ഞ് ഇന്നുവരെയും ഇതേ അയൽപക്ക ആക്രമണങ്ങളെ ചെറുത്തു മാത്രം നിലനിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ. അതിർത്തി കടന്നെത്തിയ നരനായാട്ടുകൾ കാരണം 2023 ഒക്ടോബർ 7 ഇസ്രയേലും 2025 ഏപ്രിൽ 22 പഹൽഗാമിൽ ഇന്ത്യയും ഈ അടുത്ത കാലത്ത് യുദ്ധഭൂമിയിലേക്ക് ഇറങ്ങാൻ വിധിക്കപ്പെട്ട 2 രാജ്യങ്ങളാണ് ഇരു കൂട്ടരും. സ്വന്തം രാജ്യത്തിന്റെ അഭിവൃദ്ധിയേക്കാൾ അപരന്റെ മരണം കൊതിക്കുന്ന അയൽവാസികളാണ് 2 രാജ്യങ്ങൾക്കുമുള്ളത്. സമാനതകൾ ഏറെയാണ് ഇന്ത്യയും ഇസ്രയേലും തമ്മിൽ. പല പ്രതിസന്ധി ഘട്ടങ്ങളിലും ഇന്ത്യക്ക് കൂട്ടായി നിന്ന രാജ്യം കൂടിയാണ് ഇസ്രയേൽ. ഇരു രാജ്യങ്ങളും സൈനികവും സാമ്പത്തികവും നയപരവുമായ കാര്യങ്ങളിൽ സഹകരിക്കുന്നു എന്നത് ശുഭകരമായ വാർത്തയാണ്.